ഹലോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നേക്ക് ഒരു തിങ്കളാഴ്ചയുടെ വ്ളോഗാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് രാവിലെ തൊട്ട് പണിയൊന്നും ഇല്ല കേട്ടോ. മക്കളൊക്കെ ഞായറാഴ്ച വൈകുന്നേരം തന്നെ അവരെ മുത്തശ്ശൻ വന്നപ്പോൾ അവരോട് പോയിട്ടുണ്ടായിരുന്നു. അച്ഛൻ സൈക്കിളിലാണ് പോയത്. പിന്നെ രാവിലെ തൊട്ട് എന്താ വ്ളോഗ് ചെയ്യുക പറഞ്ഞ് മിണ്ടാതിരുന്നായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാണ്ട് മടിച്ചിങ്ങനെ ഇരുന്നായിരുന്നു. പിന്നെ ഒരു ഈവനിങ് ടൈം ആയപ്പോഴാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്തത് കേട്ടോ. പിന്നെ വേഗം അകമൊക്കെ അടിച്ച് വാരി മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരണം. നല്ലപോലെ ഇങ്ങനെ ചെടിയിൽ ആ പൂവൊക്കെ വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയട്ടെ, എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതൊക്കെ അടിച്ച് വാരി പിന്നെ നമുക്ക് കുറച്ച് ചായ വെച്ച പാത്രമൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ കഴുകിയെടുക്കാം. അപ്പോൾ കുട്ടികളൊന്നും ഇല്ലാത്ത കാരണം വലിയ തിരക്കൊന്നുമില്ല എനിക്ക്. പിന്നെ അമ്മയ്ക്ക് പണിയുണ്ട്. അപ്പോൾ വരും കേട്ടോ, ഒരു 4 മണി 4:30 ആകുമ്പോഴത്തേക്ക് കുട്ടികൾ വരും. ഇവിടെ എൻ്റെ വീട് അടുത്ത് തന്നെയാണ്, ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ചെറിയ ആൾ സൈക്കിളിലാണ് പോയിരിക്കുന്നത്, വലിയ ആൾ ബസ്സിലാണ് പോയിരിക്കുന്നത്. അതായത് അവർ മുത്തശ്ശൻ്റെ കൂടെ പോയതാണ്. വരുമ്പോൾ ബസ്സിലാണ് കേട്ടോ വരുന്നത്. ഞാനതാ പറയാൻ വന്നത്. പിന്നെ ഇതാ തുണികളൊക്കെ ഇന്നലെ നനച്ചിട്ടതുണ്ടായിരുന്നു, ഞാനതൊക്കെ എടുത്ത് മടക്കി വെക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഓരോ സെക്ഷനായിട്ടാണ് കേട്ടോ മടക്കി വെക്കുന്നത്. അതാകുമ്പോൾ അവർ കറക്റ്റായിട്ട് എടുത്തോളും, ഇങ്ങനെ തിരഞ്ഞുകൊണ്ട് നിൽക്കില്ല. പിന്നെ ഞാൻ ഈ ഫ്രണ്ടിൽ ഈ തൂക്കിയ പൂ ഞാൻ തിരുമ്പിയിട്ടതായിരുന്നു, മീൻസ് നനച്ചിട്ടതായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രഷ് ആയപ്പോൾ എടുത്ത് ഫ്രണ്ടിൽ തൂക്കുകയാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം ഈ രാത്രിത്തെ ആണ് കേട്ടോ പിന്നെ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഗോതമ്പ് ദോശയും തക്കാളി ചമ്മന്തിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ സബോള, വറ്റൽമുളക്, തക്കാളി നല്ലപോലെ വഴട്ടിയെടുക്കണം കേട്ടോ. അതിനുശേഷം കുറച്ച് മുളക് പൊടിയും കൂടിയിട്ട് വഴട്ടിയെടുത്ത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതാ ഗോതമ്പ് ദോശയൊക്കെ ഒന്ന് നമുക്ക് ചൂടാം. അപ്പോൾ നെയ്യാണ് കേട്ടോ ഒഴിക്കുന്നത്. അതാകുമ്പോൾ മക്കൾ ചട്നിയൊന്നും ഇല്ലെങ്കിൽ അവർ കഴിച്ചോളും. പിന്നെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് അബിക്ക് വിശന്നപ്പോൾ അവൻ വേഗം വന്ന് എടുക്കുകയാണ്. പിന്നെ അച്ഛൻ എന്നെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അവന് ഏകദേശം 2 പേർക്കും പണിയൊക്കെ അറിയാം കേട്ടോ. ഞാനില്ലെങ്കിൽ അവരതൊക്കെ ചെയ്തോളും. അപ്പോൾ എനിക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇതാ മോൻ ദോശയൊക്കെ ചുട്ടെടുക്കണം. ഞാൻ അതിൻ്റെ ഇടയിൽ ചമ്മന്തി അരച്ചൊക്കെ വേറൊരു പാത്രത്തിലാക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ രണ്ടാമത്തെ ദോശ അവൻ ചുട്ടെടുക്കുകയാണ്. എനിക്ക് ഇത്തിരി വെയ്യാന്ന് പറഞ്ഞ് അവനൊക്കെ ചെയ്യും. പിന്നെ ഇതാ ദോശയൊക്കെ ആയിട്ടുണ്ട്, ഞാൻ കഴിക്കാനിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.